അപ്പൊ നമ്മുടെ ബാലകാണ്ഡം കഴിഞ്ഞായിരുന്നു അല്ലെ? ബാലകാണ്ഡത്തില് ശ്രീരാമൻ സീതയെ കല്യാണം കഴിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പം ഇനിയാണ് അയോധ്യയിലെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പം അയോധ്യയിൽ ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. ശ്രീരാമന്റെ കല്യാണം കഴിഞ്ഞു, ദശരഥന്റെ ഇടയിൽ അയോധ്യ ഭയങ്കരമായിട്ട് പ്രോസ്പർ ആവുന്ന സമയമാണ്. അപ്പോഴാണ് ദശരഥന് വയസ്സായി എന്നുള്ളൊരു തോന്നലും ഇനി അടുത്ത അവകാശി, അതായത് രാമനെ അടുത്ത രാജാവാക്കാം എന്നുള്ളൊരു തോന്നൽ, ഒരു ഡിസ്കഷൻ വരുന്നതും അപ്പം ശ്രീരാമനെ കിരീടധാരണ ചെയ്യണമെന്നും ഉള്ളൊരു ഭയങ്കര ഒരു ഡിസ്കഷനാണ് നടക്കുന്നത്. അപ്പം അവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും അത് സമ്മതിച്ച് അതിന്റെ തയ്യാറെടുപ്പ് തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത്. കൈകേയി, ഭരതന്റെ അമ്മ, പെട്ടെന്ന് ഈ ഒരു എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കൈകേയിയുടെ ഒരു ദാസിയുണ്ട്, മന്ദാര കൈകേയിയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പം നമുക്ക് തന്നെ ഒരു ദേഷ്യം വരും. പക്ഷെ മന്ദാര പറഞ്ഞു കൊടുക്കുക കൈകേയിയോട്, ശ്രീരാമൻ രാജാവായി കഴിഞ്ഞാൽ ഭരതൻ, അതായത് നിങ്ങളുടെ മോൻ, അത് ഒട്ടും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല, ആരും വില നൽകില്ല എന്ന്. ഇത് കേട്ട ഉടനെ കൈകേയിക്ക് ഭയങ്കര ഒരു അസൂയ തോന്നി. അത് ശരിയാണല്ലോ പറയുന്നത്, ഇത് സമ്മതിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ ഇതുവരെ അങ്ങനെ ഒട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മന്ദാര ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞപ്പം കൈകേയിക്ക് ആ ഒരു തോന്നൽ തോന്നി. ശരിക്കും നമ്മളെല്ലാവരുടെ ലൈഫിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലേ, ഒരു തേർഡ് പാർട്ടി. നമ്മുടെ ഫാമിലിയിലെ കാര്യങ്ങൾ കുത്തി കുത്തി ഈ പ്രദൂഷണം പറഞ്ഞ്, ഗോസിപ്പ് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പം ശരിക്കും ദാസിമാരെ പോലെ നമ്മുടെ വീട്ടിൽ പണിയെടുക്കുന്ന ആൾക്കാരാവാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാരാവാം. സോ നമുക്ക് മനസ്സിലാവില്ല ആ സമയത്ത്. കുറച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പക്ഷെ ആ ഒരു സമയത്ത് മനസ്സിലാവില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരു കാരണം. അത് ഭയങ്കര ഒരു റിയൽ ലൈഫ് ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ കൈകേയി ഉടനെ ദശരഥന്റെ അടുത്ത് പോയി പറയുക ചെയ്യുന്നത്. അപ്പൊ ആക്ച്വലി കൈകേയിക്ക് ദശരഥൻ ഒരു സമയത്ത് 2 വരം കൊടുത്തായിരുന്നു. അപ്പം ദശരഥൻ യുദ്ധത്തിന് പോണ സമയത്ത് കൈകേയും ഇങ്ങനെ ദശരഥന്റെ കൂടെ പോവാറുണ്ടായിരുന്നു. അപ്പം ഒരു സമയത്ത് ഒരു പ്രാവശ്യം ദശരഥന്റെ ജീവൻ രക്ഷിച്ചു കൈകേയി. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് ദശരഥൻ പറഞ്ഞു, ഞാൻ നിനക്ക് 2 വരം തരാം, എന്ത് വേണേലും ചോദിച്ചു എന്ന്. അപ്പൊ കൈകേയി പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ സമയമാകുമ്പോൾ ചോദിക്കാമെന്ന്. അപ്പൊ കൈകേയി ആ 2 വരങ്ങളാണ് ഇപ്പൊ ചോദിക്കാൻ പോകുന്നത്. ഭയങ്കര ടൈമിംഗ് ആയിരുന്നു അല്ലെ? അപ്പം അതിലെ ആദ്യത്തെ വരായിരുന്നു ശ്രീരാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് വനവാസത്തിന് കാട്ടിലേക്ക് വിടണമെന്ന്. രണ്ടാമത്തെ വര എന്തായിരുന്നു? രണ്ടാമത്തെ വരായിരുന്നു കൈകേയിയുടെ സ്വന്തം മോൻ ഭരതനെ രാജാവാക്കണമെന്നും. അപ്പം രണ്ടും അവർക്ക് വേണ്ടി ചോദിച്ച ഒരു ഭയങ്കര ഒരു സെൽഫിഷ് മോട്ടീവ് വെച്ച് ചോദിച്ച വരങ്ങളായിരുന്നു അല്ലെ? പക്ഷെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം മോനെ ഒരു നല്ല നിലയിൽ എത്തണം, അല്ലെങ്കിൽ സ്വന്തം മോൻ ഭയങ്കര വലിയ രാജാവ് ആവണം എന്നൊക്കെ ആയിരിക്കും എല്ലാ അമ്മമാരുടെയും ഒരു ആഗ്രഹം. പക്ഷെ അത് നടക്കാൻ വേണ്ടി ആദ്യത്തെ വരം, അതായത് ശ്രീരാമൻ ഇവിടുന്ന് മാറി നിന്നാൽ മാത്രമേ ഭരതന് ആ ഒരു ചാൻസ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് കൈകേയി അങ്ങനെയും ചോദിച്ചു. ഇത് കേട്ട ഉടനെ ദശരഥന് ഭയങ്കരമായിട്ട് വിഷമവും ഭയങ്കരമായിട്ട് ഹൃദയം തകർന്ന് അവിടെ വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ ദശരഥന്റെ അടുത്ത് ഒരു ഓപ്ഷൻ ഇല്ല. അത് പ്രോമിസ് കൊടുത്തതായിരുന്നു, നീ എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാമെന്ന്. പക്ഷെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വരായിരിക്കും, ഇങ്ങനത്തെ ഒരു കാര്യമായിരിക്കും കൈകേയി ചോദിക്കണേന്ന് അല്ലെ? കൈകേയി ചോദിച്ച ഈ വരം കൊടുക്കാൻ വേണ്ടി ദശരഥൻ ശ്രീരാമന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഈ വനവാസത്തിനെ പറ്റി പറഞ്ഞു മനസ്സിലാപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശ്രീരാമൻ എതിരൊന്നും പറഞ്ഞില്ല, അത് സ്വീകരിച്ചു. ശ്രീരാമൻ കാട്ടിലേക്ക് പോകാൻ റെഡിയാവുകയാണ് ചെയ്യുന്നത്. അപ്പം സീതാദേവി പറയുന്നുണ്ട്, ഞാനും കൂടെ വരും. ഒരു ഭാര്യയുടെ സ്ഥാനം ഭർത്താവിന്റെ കൂടെയാണ്. അപ്പം അവര് വാശി പിടിക്കുക ചെയ്യുന്നത്. അപ്പം ശ്രീരാമൻ സീതാദേവിയെ കൊണ്ടുപോകും. ഇത് കാണുമ്പോൾ ലക്ഷ്മണൻ ഭയങ്കര വിഷമാവുക. ലക്ഷ്മണൻ നമ്മൾ ബാലകാണ്ഡത്തിൽ കണ്ടില്ലേ, ഭയങ്കര സ്നേഹമായിരുന്നു ശ്രീരാമനും ലക്ഷ്മണനും. ശ്രീരാമൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ലക്ഷ്മണൻ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അത്രയും സ്നേഹമായിരുന്നു. അപ്പം ഇനി കാട്ടിലേക്ക് 14 വർഷത്തേക്ക് പോവാന്ന് പറയുമ്പം ലക്ഷ്മണൻ പറഞ്ഞു, ഞാനും വരും ചേട്ടന്റെ ഒപ്പം. അപ്പം അവര് 3 പേരും കാട്ടിലേക്ക് പോകാൻ റെഡി ആവുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെ അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോയി. അപ്പം ദശരഥൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ശ്രീരാമനെ കാണാൻ ഇങ്ങനെ കൊതിച്ച് ഇരിക്കുക. അപ്പൊ ഇങ്ങനെ ആലോചിക്കുക, ചെറുപ്പത്തിലെ ദശരഥൻ ഒരു മൃഗാണെന്ന് വിചാരിച്ചിട്ട് ഒരു കുട്ടിയെ അമ്പ് ഇട്ട് കൊന്നായിരുന്നു. ഒരു കുഞ്ഞ്, ശ്രാവൺ കുമാർ എന്ന് പറഞ്ഞൊരു കൊച്ച്. അതിന്റെ പേരൻസ്, അതിന്റെ അച്ഛനും അമ്മയും അന്ധരായിരുന്നു. അപ്പം അവരുടെ
ആ ഒരു ആ കുഞ്ഞു മരിച്ചു എന്നറിഞ്ഞപ്പം ആ പേരൻസ് ദശരഥനെ ശപിച്ചു. നീ വയസ്സാം കാലത്ത് നിന്റെ മകനെ കാണാണ്ടിരിക്കേണ്ടി വരുമെന്നും നീ അത് ആ വിഷമത്തിൽ നീ മരിക്കുമെന്നും. അപ്പം ആ ഒരു ശാപം ഇപ്പം സത്യമാവുകയാണ് ചെയ്യുന്നത്. ദശരഥൻ ഇങ്ങനെ വിഷമിച്ച് ശ്രീരാമനെ കാണാൻ പറ്റാണ്ട് മരിച്ചു. അപ്പം അത് ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യം അല്ലെ. ലൈക്ക് ചെറുപ്പത്തില് പറ്റിയ ഒരു മിസ്റ്റേക്ക്, അതാണ് നമ്മൾ കർമ്മം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ അറിഞ്ഞോണ്ടോ അറിയാണ്ടോ ചെയ്യുന്ന കാര്യം അത് നമുക്ക് എപ്പോഴെങ്കിലൊക്കെ തിരിച്ചു വരും, ഇന്നല്ലെങ്കിൽ നാളെ. പക്ഷെ അത് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇത് ഭയങ്കര ഒരു റിയൽ ലൈഫ് സ്റ്റോറി. അപ്പൊ രാമായണമാണെങ്കിലും നമുക്ക് എങ്ങനെ ലൈഫിലെ സിറ്റുവേഷൻ, നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോഴാണ് ഭരതനും ശത്രുഘ്നും അവരുടെ വീട്ടിൽ നിന്ന്, അമ്മാവന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. തിരിച്ചെത്തുമ്പോഴാണ് ദശരഥനെ പറ്റിയുള്ള കാര്യം അറിയുന്നതും ദശരഥൻ മരിച്ചു എന്നറിയുന്നതും ശ്രീരാമനും സീതയും ലക്ഷ്മണനും കാട്ടിലേക്ക് പോയി അവരെ വിട്ടു എന്നറിയുന്നതും കൈകേയിയുടെ ഈ ഒരു വരം നേടിയതും ഇതൊക്കെ അറിയുന്നത്. അപ്പൊ ഭരതന് ഭയങ്കര ഒരു ദേഷ്യം വന്നു. അമ്മയെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു. ഇങ്ങനെ ഒരു അനീതി വെച്ച് അനീതിയോട് നേടിയ ഒരു കിരീടം ഭരതന് വേണ്ടാന്ന് തീർത്തു പറഞ്ഞു. അപ്പം കൈകേയിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. കൈകേയി അവനവന്റെ മോന് വേണ്ടിയാണ് ഇത് ചെയ്തത്. പക്ഷെ ഭരതൻ അങ്ങനെയല്ല. ഭരതൻ ഭയങ്കര ഇത് തെറ്റാണ്, ചേട്ടൻ ഉള്ളപ്പോ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അപ്പം ഭരതൻ മന്ത്രിമാരുടെ കൂടെ കാട്ടിലേക്ക് പോവുക, ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ശ്രീരാമനെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടി. അപ്പം തിരിച്ചു വരാൻ പറയുന്ന സമയത്ത് ഉടനെ ശ്രീരാമൻ പറയുന്നതാണ്, ഞാൻ അച്ഛൻ തന്ന ആദേശം, അച്ഛൻ തന്ന കാര്യം ചെയ്യുവാണ് ചെയ്യുന്നത്, അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ ഫോളോ ചെയ്യുവാണ് ചെയ്യുന്നത്, അതാണ് ധർമ്മം, അത് ഞാൻ ചെയ്തേ പറ്റൂ, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല, ഞാൻ 14 വർഷം കഴിഞ്ഞാലേ തിരിച്ചു വരുള്ളൂ എന്ന്. ഇത് കേൾക്കുമ്പോൾ ഭരതന് ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആവുക. ബിക്കോസ് 14 വർഷം ചേട്ടൻ ഇല്ലാത്ത ഒരു രാജ്യം, ആ ഒരു വീട് ആലോചിക്കാൻ പറ്റുന്നില്ല. അപ്പം ഭരതൻ തിരിച്ചു പോകുന്ന സമയത്ത് ശ്രീരാമന്റെ ചെരുപ്പുകൾ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാജ്യത്തിൽ പോയിട്ട് സിംഹാസനത്തില് ആ ചെയറിൽ ശ്രീരാമന്റെ ചെരുപ്പ് വെക്കുന്നു. ശ്രീരാമൻ അവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീതി. എന്നിട്ട് 14 വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പ് തുടങ്ങുന്നു. എനിക്ക് ഇവിടെ നമുക്ക് ഒരുപാട് ഇമോഷൻസ് ആണ് മനസ്സിലാവുന്നത്. നമ്മുടെ ലൈഫിൽ തന്നെ ഒരു റിയൽ ലൈഫിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ആണ്. നമുക്ക് പെട്ടെന്നായിരിക്കും എല്ലാം നന്നായിട്ട് നടക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുന്ന, ഒരു ചാലഞ്ച് വരുന്നത്. അപ്പൊ നമ്മൾ പെട്ടെന്ന് അയ്യോ എന്തുകൊണ്ടത് ഇങ്ങനെ ഉണ്ടായിപ്പോയേ, എന്തുകൊണ്ടാണ് എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായേ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നത്. അതുമാത്രമല്ല ആ ഒരു സമയത്ത് നമ്മള് എന്താണ് ശരി, ഇപ്പം നമ്മളെ ഹാപ്പി ആവണോ, ബാക്കിയുള്ളവരെ ഹാപ്പി ആക്കണോ, നമ്മളെ അച്ഛനമ്മമാരെ ഹാപ്പി ആക്കണോ, ധർമ്മം ഫോളോ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് വരുന്നത്. അപ്പം ഇവിടെ ഭയങ്കര നൈസായിട്ട് ശ്രീരാമൻ ധർമ്മം ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭാര്യയും കൊണ്ട് ലക്ഷ്മണനെയും കൊണ്ട് കാട്ടിലേക്ക് വന്നു. അച്ഛൻ പറഞ്ഞ കാര്യം, അച്ഛൻ പറഞ്ഞ ആദേശം ഫോളോ ചെയ്യാൻ വേണ്ടി അവിടെ അച്ഛൻ ഹെൽപ്ലെസ് ആയിട്ട് ഭാര്യയ്ക്ക് കൊടുത്ത വാക്ക് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഭയങ്കര വിഷമവും സാക്രിഫൈസും ചെയ്തിട്ട് മകനെ കാട്ടിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഇവിടെ ലക്ഷ്മണന്റെ ആ ഒരു സ്നേഹം, ബ്രദർഹുഡ് കാണുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മള് പറയില്ലേ, രണ്ട് ട്വിൻസ് ഒക്കെ പറയുന്ന പോലെ തന്നെ അത്രയും സ്നേഹമാണ്. ആ ഒരു സ്നേഹം ഒന്നും വേണ്ട, രാജ്യം വേണ്ട, പേരൻസ് വേണ്ട, വേറെ ഒന്നും സൗകര്യങ്ങളൊന്നും വേണ്ട, ചേട്ടന്റെ ഒപ്പം കാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഭരതന്റെ ആ ഒരു വിശ്വാസം, അതായത് ഫേറ്റ്, 14 വർഷം കഴിഞ്ഞ ചേട്ടൻ തിരിച്ചു വരും, ഈ സിംഹാസനം ചേട്ടന്റെ ആണ് എന്നുള്ളൊരു വിശ്വാസം. അപ്പം ഒരുപാട് കാര്യങ്ങളാണ് ഈ അയോധ്യകാന്ഡം നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, നമുക്ക് ഉണ്ടാവുന്ന ഹാർഡ്ഷിപ്സ് ഒക്കെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്നും ആ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ധർമ്മത്തിനെ എങ്ങനെ ഫോളോ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഏറ്റവും നമ്മുടെ ഹിന്ദു ഫിലോസഫിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പില്ലറാണ് ധർമ്മം. അപ്പം ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സദ്ഗുരുവിന്റെ ഒരു വീഡിയോ കേട്ടായിരുന്നു. അതിൽ സദ്ഗുരു ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിൽ ശരിക്കും ഒരു ഗുഡ് ഓർ ബാഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല. ലൈഫ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. അപ്പൊ നമ്മുടെ മൈൻഡിലാണ് നമ്മൾ വിചാരിക്കുന്നത് ഇത് നല്ലതാണ് ചീത്തയാണെന്നൊക്കെ. അപ്പം ഒരു ബേർഡ് പറന്നു പോകുമ്പം നമ്മള് ആണ് വിചാരിക്കുന്നത്, ഓ നല്ല ഭംഗിയിലെ ബേർഡാണല്ലോ, ഇല്ലെങ്കിൽ ഒരു ചീത്ത ബേർഡാണല്ലോ. അതൊക്കെ നമ്മുടെ മനസ്സിലെ കാര്യമാണ്. നമ്മളാണ് ഒരു നല്ലതാണോ ചീത്തയാണോ എന്ന് ഡെഫിനേഷൻ കൊടുക്കുന്നത്. അപ്പം ഇത് ഭയങ്കര ഒരു നല്ലൊരു ബ്ലെൻഡ് ഓഫ് ഇമോഷൻസ് ആയിട്ട് എനിക്ക് തോന്നി.
ബാലകാന്ഡം ഭയങ്കര ഹാപ്പി ആയിട്ട് എൻഡായത്. പക്ഷെ അയോധ്യകാന്ഡം കുറച്ചൊരു സാഡ്, ഒരു വിഷമമായിരുന്നു. ഈ അടുത്തത് നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സെഗ്മെന്റ് ആയിരിക്കും അരണ്യകാന്ഡം. അതായത് ഫോറസ്റ്റ്, നമ്മുടെ ഈ കാട്ടിലെ കാര്യങ്ങളായിരിക്കും, വനവാസത്തിൽ നടക്കുന്ന കാട്ടിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടൊന്നും ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.